السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا مولانا محمد وعلى آله وصحبه وأزواجه وذرياته وأهل بيته كما صليت وسلمت ورحمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أما بعد ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, എല്ലാ മനുഷ്യന്മാരും നാലാഖിറിൽ ഈമാൻ വിട്ട് പിന്നെ അത് ചോദ്യമേ നിസ്കാരത്തെ വിഷയം. അത് ജമാഅത്തായി നിസ്കരിക്കൽ ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ്. എന്ത് സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബിസബിൻ വൈശരീന ദറജ. വർത്താ നിസ്കരിക്കുക കാട്ടി ജമാഅത്തായി നിസ്കരിക്കടോ 27 പട്ട് ദർജയാറാ. ചെന്നെങ്കിൽ ഒരു റക്കാത്ത് 27 റക്കാത്ര കൂലി. ഒരു റക്കാത്ത് എത്ര കൂലി? 27 റക്കാത്ത്. 4 റക്കാത്ത് നീച്ച് 108 റക്കാത്ര കൂലി. 3 റക്കാത്ത് മകൻ വിശ്വസിച്ചെങ്കിൽ 81 റക്കാത്ര കൂലി. അതുകൊണ്ട് ഇതിനൊരു ദർജ യാറ. എത്ര ചെയ്യുന്നതെങ്കിൽ ബാങ്ക് നിങ്ങളുടെ കേൾക്കേണ്ടത്, ബാങ്ക് കേൾക്കേണ്ട ഹയാല സ്വലാ ഹയാൽ ഫലാ കേൾക്കേണ്ടത് നിങ്ങൾ പല്ലിಗೆ പറഞ്ഞു എന്തെല്ലാറുണ്ടോ. അള്ളാഹ് റസൂൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മഖ്തൂം പറയുന്നുണ്ട്, കണ്ണ് കാണാത്ത അതിലിട്ട് ചെന്ത് ഹയാൽ സ്വലാ ഹയാൽ ഫലാ കേൾക്കട നിങ്ങൾ പള്ളി വന്ന് ഇമാം ജവാൻ നിസ്കരിക്കണം ചെന്ത്. ജമാഅത്താ നിസ്കരിക്കണോ ബറാബരി വലിയ ഷറഫും ബഹുമാനം. എത്ര ചെന്ത് അള്ളാഹ് എന്തിന് വല്ലാഹി സുമ്മ വല്ലാഹി നാക്കത്തെ എല്ലാ കോലെല്ലാം ഒട്ടാക്കിയിട്ട് നിസ്കാരത്തിന് വിളിച്ചിട്ട് ഇമാം ജമാഅത്ത് പള്ളിയിൽ നിയമക്കാടോ. പിന്നെ ഏതെല്ലാം അവസരം ആണിങ്ങ പള്ളിക്ക് വണ്ടിയില്ല ആ അവസരം നാനെന്താ ചുട്ടുപിടകുകയോ ആലോചന ആക്കിന്നെ എന്തിനു ചെന്നു അങ്ങനെ അകത്തൊരു തകടെ കരച്ചു വിട്ടുക അങ്ങ് അവിടെ അതിൽ ആണിങ്ങ അവസരം കൊതിയറാം എന്ന് ഞാൻ യോಚನೆ ಹಾಕಿದೆ ಎಂದು ನಿಮಿಷನ್ನು. ಅದರ ಅರ್ಥ ಎಂದರು ഞങ്ങളാക അള്ളാഹ് റസൂൽ തീ കൊടുത്തിട്ട് കറിക്കുള്ളാക ആവത്തില്ല ചെന്നെങ്കിൽ ജമാഅത്തുക്ക് ഹാജരാടാകാവണം. അല്ലെങ്കിൽ ജമാഅത്ത് നിസ്കാരം അവത്തിലെങ്കിലും നടക്കണം. അവത്തിലെങ്കിൽ ജമാഅത്ത് നിസ്കാര 6 ആളുകളെ കൂടിയിട്ട് ജമാഅത്ത് നിസ്കാരം നിസ്ക്കണം. ഒരു റായത്തിൽ ഇമാം ജമാഅത്ത് നടന്നില്ലാണ്ട് ആ റായത്തെ ശൈത്താൻ കബ്സാക്കിയ ആ റായത്തെ ഈ ശൈത്താൻ വശാക്കിയുണ്ട എന്ന അലാമത്ത് നിലപിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജമാഅത്തിനെ നിലനിർത്തൂ എന്നൊരു ജമാഅത്താ നിസ്കരിക്കണു. ഇനി ജമാഅത്താ നിസ്കരിക്കാണ്ടിക്ക ആർക്ക് ഈ ചിലരുടെ കാരണങ്ങൾ നിസ്കാര ഇമാം ജമാഅത്തിനെ ഈ ചിലരുടെ കാരണം കൊണ്ട് എന്താക്ക ജമാഅത്ത് ഹാജരാവണ്ടിക്ക എന്തോ ഭാരീ മല കൊണ്ട് ഒന്നാമത്തെ കാരണം, അല്ലെങ്കിൽ ഭാരീ ബെയിൽ കൊണ്ട് പോകാവില്ല, അല്ലെങ്കിൽ ഭാരീ ചലി, ഇത് 3 കൊണ്ട് പോകാവില്ല అంటే ഇതെങ്കിൽ അവന് ഇമാം ജമാഅത്തിനുണ്ടോ വിനായിത്തി ഉണ്ട്. പിന്നെ രണ്ടാമത് കാരണം എന്തോ ರೋಗಿನ ശുശ്രൂഷാക്കി ಅವನೇ ಅಗತ್ಯ. അവിടെ ರೋಗಿನ ശുശ്രൂഷാക്കും അവൻ്റെ ഔത്തുള്ളൂ, അല്ല അവനുള്ള നിവാസത്തിൽ അവനുള്ള പക്കത്തിൽ രോഗിന ശുശ്രൂഷാക്കും അവൻ അഗത്യവേണേ എന്നെങ്കിൽ അവനെന്താകണം ഇമാം ജമാഅത്ത് പോകാണ്ട നിസ്കരിക്കുക. മൂന്നാമത് എന്തോ ജമാഅത്തിക്ക് പോകാത്ത പോലത്തെ സീക്ക് അവನಿಗೆ ಬಂದರು. ജമാഅത്തിക്ക് പോകാത്ത പോലത്തെ സീക്ക് അവನಿಗೆ ಬಂದಿട്ടുണ്ടെങ്കിൽ അവനും പോകണ്ട, അങ്ങനത്തെ സീക്ക് ಬಂದರು. പിന്നെ നാലാമത്തെ എന്തോ തെരുവിലൂ ഓൻ പോകുമ്പോഴത്തൂ അക്രമികളെ കൊണ്ട് അവനക്ക് പേടിയാവണം. അല്ലെങ്കിൽ തെരുവിലെന്താ അവിടെ ചേരെല്ലാം പാരിട്ട് അവിടെ ചട്ടം കൊണ്ട് ചേരാവണം. തെരുവിലെന്ത് ചേരുന്നെല്ലാം പാറുന്നു അങ്ങനത്തെ ഉറപ്പുണ്ടെങ്കിൽ അവനെന്താക്കണം അവനും ജമാഅത്തിക്ക് പോകണം. 4ാമത്തെ കാരണം. 5ാമത്തെ അവനക്ക് യോഗ്യമായ ഡ്രസ്സില്ല. ഇവിടെ ഇമാം ജമാഅത്ത് പോകും പള്ളിക്ക് പോകുമ്പോൾ യോഗ്യമായ ഡ്രസ്സില്ലാത്തവണു ಅದಕ್ಕೆ ಅವನಿಗೆ ತಕ್ಕಂಥ ಯೋಗ್ಯമായ ഡ്രസ്സില്ല. ഡ്രസ്സ് ഉള്ളതെಲ್ಲ പല അല്ലെങ്കിൽ ഇട്ടിട്ട് ಹೋಗಿ ಅವನಿಗೆ ಚಂಗಿ ಆವಡು ಹಯ ಉಂಡಾವಡು വേണ്ട. യോഗ്യമായ ഡ്രസ്സില്ലാണ്ടിട്ട് അവനും എന്താക്കണ്ട ഇമാം ജമാഅത്തിക്ക് പോകണ്ട. ഇനി മയ്യത്ത് പരിപാലനൻ്റെ ഭാഗവശര മയ്യത്ത് പരിപാലന ഇതിലുള്ളൂ എന്നെങ്കിൽ അവനും എന്താക്കണ്ട ഇമാം ജമാഅത്തിക്ക് പോകാണ്ടിക്കുള്ള കാരണം ഇതല്ല. പിന്നെന്തോ അവനിലെ നല്ല അവൻ പള്ളിക്ക് പോയിട്ട് അല്ലെങ്കിൽ ജമാഅത്തോടെ പോയിട്ട് കൂടിത്തെങ്കിൽ അവിടെ ഭയങ്കര ഓണ്ട കൊണ്ട് ഭയങ്കര ബെടക്ക് വാസന ഉണ്ടാവും. ഒന്ന് തടിൽ എന്തെല്ലാം വിഷയത്തിൽ ബെടക്ക് വാസന അവനിലും വന്നിട്ട് മനുഷ്യന്മാർ ഇടങ്ങനാണ് ചെന്ന് ഓൺ എന്താക്കണ്ട പിന്നെ എന്താക്കണ്ട ഇമാം ജമാഅത്ത് അവനും പോകണ്ട. ഇനി അവിടെ ഇവിടെ ഇമാം ജമാഅത്ത് പല്ലിൽ ഉള്ള ഇമാമുണ്ട്, അതിൽ ഫാസിഖ് ചെന്നെങ്കിൽ ഹറാമായ സ്ഥലങ്ങളിൽ അതിൽ ബിദഅത്തുകാരായാൽ അതെന്തെങ്കിലും എന്താക്കണ്ട പോകണ്ടെന്തുമില്ല. ബിദഅത്തുകാരായാൽ ഫാസിഖിൻ്റെ അവിടെ ജമാഅത്ത് കൊണ്ടില്ല. ഇനി ജമാഅത്ത് കൊടുത്തെങ്കിൽ അള്ളാഹുടെ ഹുഷു ഉണ്ടാവില്ല. ജമാഅത്ത് കൊടുത്തെങ്കിൽ
നാളെ വൃത്തം നിസ്കരിച്ചിട്ട് നമുക്ക് ഖുശൂ ഉണ്ടാവും, പേടി ഉണ്ടാവും, ഭയഭക്തിയെല്ലാം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ ജമാഅത്ത് കൂടാണ്ട് ഈ കഥയിലെ കാരണം. പിന്നെന്താണ്, ആരും മുട്ടത്തെ മനുഷ്യന്മാർ മരിച്ചിടാറ് അല്ലെ മരിക്കട ഇതിലുള്ളാർ മരിക്കടവ മരണാസന്ന മുട്ടായിട്ട് ഉണ്ടായിട്ടെങ്കിൽ അങ്ങനെ നോക്കി അല്ലാണ്ട് വേറെ ഇല്ല ഉണ്ടായിട്ടെങ്കിൽ എന്താക്കണ്ട ഇമാം ജമാഅത്തേക്ക് പോകണ്ട. ഇനി ഭയങ്കര പൈച്ചില് ഭാര്യ പൈച്ചിട്ടുണ്ടെങ്കിൽ എന്താക്കണ്ട ഇമാം ജമാഅത്തപ്പാട്ടാണ് മനുഷ്യന്മാർ ഭാര്യ പൈച്ചത് ഭാര്യ താകായിട്ടത് ഇമാം ജമാഅത്തപ്പാട്ടത് കൊണ്ട് എന്തിനില്ല ശിക്ഷയില്ല. ഇല്ലെങ്കിൽ ഇന്നുകൊണ്ട് ഇല്ലേ ഇമാം ജമാ തപ്പായിട്ട് ഇമാം ജമാ നിസ്കരിക്കാണ്ട സിംഗൽ നിസ്കരിച്ച ശിക്ഷ ഉണ്ടാവും. അങ്ങനെ ഈ ചെന്ന കാര്യ കൊണ്ട് എന്താക്കുക ജമാഅത്തിനെ നിസ്കാര ത്യജിക്കുള്ള കാരണമായിട്ട് ഇല്ലാണ്ടെങ്കിൽ എന്താക്കണം ഇമാം ജമാഅത്തെ നിസ്കരിക്കുകയും കൈയുടെ പരമാവധി ഒന്ന് കഷ്ടപ്പെടണം. അയാൾക്ക് ഇമാം ജമാഅത്തായിട്ട് എല്ലാ നിസ്കരിക്കുന്ന പോകും. എന്നാൽ ആണുങ്ങൾ എല്ലാവരും പ്രത്യേകമായി അള്ളാഹു അതാകട്ടെ. പെണ്ണിങ്ങ കൂടിയിട്ട് ജമാഅത്തായി നിസ്കരിക്കും അങ്ങും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നല്ല പ്രവർത്തനം സ്വീകരിക്കുക റഹ്മാന്. ജമാഅത്തായി നിസ്കരിച്ച് ധാരാളം കൂലി സമ്പാദനം കൊണ്ട് സ്വാധീനങ്ങൾ കൊണ്ട് ഞങ്ങളെ പെടുത്തുക. അള്ളാഹു ആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.